أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم. وقد قال النبي صلى الله عليه وسلم: يد الله على الجماعة. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. സർവാധീനനായ യോഗാധ്യക്ഷൻ ബഹുമാന്യനായ അബ്ദുൾ റസാഖ് ബുസ്താനി, വേദിയിലിരിക്കുന്ന വിവിധരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കർമ്മോത്സകരായ വിദ്യാർത്ഥി യുവജന സുഹൃത്തുക്കളെ, നല്ലവരായ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടലും നാം ചർച്ച ചെയ്യുന്നതിന് ഇഷ്ടപ്പെട്ടവരായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മെ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മോട് ബന്ധപ്പെട്ടവർ, നമ്മെ സഹായിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മോട് സഹകരിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവരെയും അല്ലാഹു സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും അവരിൽ നിന്നും മരണപ്പെട്ടുപോയവരെല്ലാവരുടെയും ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലും ആക്കി തീർക്കുമാറാവട്ടെ. ബിഹഖി നബിയ്യിനൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനികളെ, സത്യം മനസ്സിലാക്കുക എന്ന വളരെ നല്ലൊരു ലക്ഷ്യത്തോടുകൂടെ 2 ദിവസങ്ങളിലായി സംഘടിപ്പിക്കപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങൾ വിശദീകരിക്കുന്ന സംഗമത്തിന്റെ 2ാം സുദിനത്തിലാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. തികച്ചും സദുദ്ദേശത്തോടുകൂടെ മാത്രം സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടിയാണിത്. പല ആളുകളും ഇന്ന് പല രീതിയിലും ഇന്ന് പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ തെറ്റിദ്ധാരണ തിരുത്തിക്കൊടുക്കുക എന്നുള്ളത് പണ്ഡിതന്മാരുടെയും ഉമറാക്കളുടെയും ബാധ്യതയായതുകൊണ്ട് തെറ്റിദ്ധാരണ തിരുത്തപ്പെടുക എന്ന നല്ലൊരു ലക്ഷ്യത്തോടെ മാത്രമാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ശബ്ദം ദൂരദിക്കുകളിൽ നിന്നാരെങ്കിലും പ്രയാസപ്പെട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ സ്നേഹത്തോടെ നമുക്ക് പറയാനുള്ളത് അവർക്ക് ഈ സദസ്സിലേക്ക് വന്നിരിക്കാവുന്നതാണ്. സദസ്സിൽ വന്നിരുന്ന് വിമർശന ബുദ്ധികളെല്ലാം തൽക്കാലം മാറ്റിവെച്ച് നല്ലൊരു മനസ്സോടെ, നല്ലൊരു ചിന്തയോടെ ഈ പരിപാടിയൊന്ന് കാണാനും കേൾക്കാനും ഉൾക്കൊള്ളാനും അവർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും സന്നദ്ധരാകണമെന്നാണ് ആമുഖമായി വിനയത്തോടെ നമുക്ക് സൂചിപ്പിക്കാം. ഇതാരെങ്കിലും പരിഹസിക്കുവാനോ കളിയാക്കുവാനോ സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടിയല്ല. മറിച്ച് തെറ്റിദ്ധാരണ പരത്തപ്പെടുമ്പോൾ തെറ്റിദ്ധാരണ തിരുത്തി കൊടുത്തിട്ടില്ലെങ്കിൽ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ, അല്ലാഹുവിന്റെയും മലായികത്തിന്റെയും മറ്റു ജനങ്ങളുടെയും ശാപമുണ്ടാകുമെന്ന് പഠിപ്പിക്കുമ്പോൾ ആ ശാപത്തിന് രക്ഷപ്പെടുക എന്ന നല്ലൊരു ലക്ഷ്യത്തോടുകൂടെയാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു ലക്ഷ്യത്തോടുകൂടെ നല്ലൊരു മനസ്സോടുകൂടെ ഇത് കാണാനും കേൾക്കാനും എല്ലാവരും തയ്യാറാകണമെന്ന് ആമുഖമായി ഒരിക്കൽ കൂടി ഞാൻ ഉണർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആമുഖങ്ങളൊന്നും നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. സമയം വളരെ വൈകിയിട്ടുണ്ട്. നാം ഉദ്ദേശിക്കുന്ന പരിപാടിക്ക് ദീർഘമായ സമയം ആവശ്യമാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ വിഷയത്തിലേക്ക് കടക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ കൊച്ചു കേരളം മഹാനായ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങകലെ മക്കയിലും മദീനയിലും ഇസ്ലാമിക പ്രചരണം നടത്തുമ്പോൾ അതേ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം എത്തിപ്പെടാൻ ഭാഗ്യം ലഭിച്ച ഒരു സുന്ദരമായ പ്രദേശമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. അന്ന് തന്നെ ഇസ്ലാം കേരളക്കരയിൽ എത്തിപ്പെട്ടുവെങ്കിലും കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ പരിശുദ്ധമായ ഇസ്ലാം പടർന്നു പന്തലിച്ചുവെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഉണ്ടായതുപോലെയുള്ള ആദർശ വ്യതിയാനങ്ങളോ പുത്തൻ ചിന്താഗതികളോ നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് കടന്നു വന്നിട്ടില്ല.
മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിനോടനുബന്ധിച്ച് തന്നെ വിദേശ രാജ്യങ്ങളിൽ, വിവിധ നാടുകളിൽ, വിവിധ കാലങ്ങളിലായി ഒട്ടേറെ പ്രസ്ഥാനങ്ങൾ ഉണ്ടായപ്പോ നമ്മുടെ കൊച്ചു കേരളം അതിനെല്ലാം ഭിന്നമായി വളരെ സന്തോഷകരമായി, വളരെ ഐക്യത്തോടെ, സ്നേഹത്തോടെ, ഒരു മനസ്സോടെ മുന്നോട്ട് പോയി. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, 1921 ശേഷം കേരളത്തിൽ മലബാർ ലഹളയുണ്ടായപ്പോൾ ആ മലബാർ ലഹളയിൽ പങ്കെടുക്കാൻ വിമുഖത കാണിച്ച മടിച്ച ചില ആളുകൾ മലബാറിൽ നിന്ന് മുങ്ങുകയും കൊടുങ്ങല്ലൂർ പോയി പൊന്തുകയും കൊടുങ്ങല്ലൂർ പോയി വിദേശ രാജ്യങ്ങളിൽ ചില പത്രങ്ങൾ വരുത്തുകയും ആ പത്രങ്ങൾ ആകൃഷ്ടനായി ഒരു പുതിയ ചിന്താഗതിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. കേരളീയ മുസ്ലിമീങ്ങൾ 1921 വരെ വിശ്വസിച്ചു പോന്നിരുന്ന വിശ്വാസാചാരങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് കേരളീയ മുസ്ലിമീങ്ങളും യഥാർത്ഥ മുസ്ലിമീങ്ങളല്ല, അവരൊക്കെ മുശ്രിക്കുകളാണ്, കാഫിറുകളാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലേക്കൊരു പുതിയൊരു സംഘടന എന്റെ പ്രിയപ്പെട്ടവരെ രൂപം പ്രാപിക്കുകയുണ്ടായി. അതുവരെ കേരളീയ മുസ്ലിമീങ്ങൾ വിശ്വസിച്ചു പോകുന്ന വിശ്വാസത്തിനെതിരായിക്കൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 1921 എന്ന് പറയുമ്പോൾ 1921 എന്ന് പറയുമ്പോൾ കൂടുതൽ കാലമായിട്ടില്ല, 80 വർഷത്തിൽ പരമേ ആയിട്ടുള്ളൂ. 80 വർഷത്തിന്റെ മുമ്പ് കേരളീയ മുസ്ലിമീങ്ങൾ കേട്ടുകേൾവിയില്ലാത്ത, കേരളീയ മുസ്ലിമീങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത പുതിയ പുതിയ വിശ്വാസങ്ങളുമായി, പുതിയ ആചാരങ്ങളുമായി ഒരു വിഭാഗം ആളുകൾ രംഗപ്രവേശനം ചെയ്തു. എന്നിട്ടവർ കേരളത്തിൽ കടന്നു വന്ന് കേരളീയ മുസ്ലിമീങ്ങളോട് പറഞ്ഞു, മുസ്ലിമീങ്ങളെ, നിങ്ങളൊന്നും യഥാർത്ഥ മുസ്ലിമീങ്ങളല്ല. എത്ര കടുത്ത അപരാധമാണത്, എത്ര വലിയൊരു അപരാധമാണത്. 1921 എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, 1400ഓളം വർഷം അപ്പോഴേക്കും കേരളീയ മുസ്ലിമീങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഈ വലിയൊരു പാരമ്പര്യത്തെക്കുറിച്ച് സ്വഹാബ, അവരുടെ പിൻഗാമികൾ താബിയങ്ങൾ, അവരുടെ പിൻഗാമികൾ തബഉ താബിയങ്ങൾ, മഖ്ദൂമി പാരമ്പര്യം, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന മമ്പ്രന്തങ്ങൾ, വെളിയങ്കോട്ട് ഉമർ ഖാളി, ഇങ്ങനെ കേരളത്തിന്റെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കിയൻ ഉസ്താദ്, ശൈഖുന ശംസുൽ ഉലമ, കണ്ണിയത്ത് ഉസ്താദ് അടക്കമുള്ള വലിയൊരു പാരമ്പര്യത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇവരൊന്നും യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളല്ല. ഇത്ര വലിയ അപരാധം നമ്മൾ തിരിച്ചങ്ങോട്ട് പറയുന്ന സഹോദരന്മാരെ, അരുത്, നിങ്ങളങ്ങനെ പറഞ്ഞു പോകരുത്, നിങ്ങളങ്ങനെ പറഞ്ഞു പോകരുത്. ഞങ്ങളെക്കുറിച്ച് മുസ്ലിമീങ്ങളല്ല, മുശ്രിക്കുകളാണ്, കാഫിറുകളാണെന്നുള്ള പ്രയോഗം നിങ്ങൾ നടത്തിപ്പോകരുത്. ഇതേ നമ്മൾ ഈ പ്രമേയം ഇന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. നമ്മളെക്കുറിച്ച്, നമ്മുടെ പൂർവികരെ കുറിച്ച്, മാതാപിതാക്കളെ കുറിച്ച്, അവരുടെ ഉസ്താദുമാരെ കുറിച്ച്, അവരുടെ ഉസ്താദുമാരെ കുറിച്ച്, വലിയൊരു പാരമ്പര്യത്തെ കുറിച്ച് മുശ്രിക്കുകളാണ്, കാഫിറുകളാണെന്ന് പറയുമ്പോ സ്നേഹത്തോടെ നമ്മൾ തിരിച്ചങ്ങോട്ട് പറയുന്നത്, അരുത്, അങ്ങനെ പറയരുത്. സത്യത്തിൽ മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്ന ശൈലി ലോകത്താദ്യമായി തുടങ്ങി വെച്ചതാരാ? ഖവാരിജിയാക്കളാണ്. ഖവാരിജിയാക്കൾ ഇന്നലെ അഭിമന്യനായ റഹ്മത്തുള്ളാഹി ഖാസിം ഉസ്താദ് അവർ സൂചിപ്പിച്ചതുപോലെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അപമര്യാദയായി പെരുമാറിയ ദുൽഖുവൈസറത്തു തമീമിയുടെ അനുയായികളായ ഖവാരിജിയാക്കൾ അവരാണ് ആദ്യമായി സമ്പ്രദായം തുടങ്ങിയത്. ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്ന ശൈലി. സഹീഹുൽ ബുഖാരി പറഞ്ഞില്ലേ, കാഫിരീങ്ങളെ കുറിച്ച്, മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ച് ഇറങ്ങിയ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഖവാരിജിയാക്കൾ ഫജഅലൂഹാ അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ മേൽ ഉദ്ധരിച്ചുകൊണ്ട് മുഅ്മിനീങ്ങളെ കാഫിറാക്കുന്ന ശൈലി ലോകത്താദ്യമായി തുടങ്ങിയത് ഖവാരിജിയാക്കളാണ്. ആ ഖവാരിജിയാക്കളെ തനി പകർപ്പാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന വഹാബിസം. ഇത് നമ്മൾ പറയുന്നതല്ല, പൂർവ്വകാല പണ്ഡിതന്മാർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് ഒരു നിന്നും എത്രയും വഫാത്തായി പോയ ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് സാവി തന്റെ തഫ്സീർ സാവിയിൽ പറഞ്ഞില്ലേ, ഖവാരിജിയാക്കളുടെ തനി പകർപ്പാണ് വഹാബിസം എന്ന് പറയുന്നത്. പൂർവ്വകാല പണ്ഡിതന്മാർക്ക് രേഖപ്പെടുത്തിയില്ലേ? അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നോക്കൂ നിങ്ങൾ, എത്ര മോശമായ അപരാധം. ഒരുപക്ഷെ ഞാനിത് പറയുമ്പോ എന്റെ ശബ്ദം കേൾക്കുന്ന ചിലർക്ക് തോന്നുന്നുണ്ടാവും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? നമ്മളെക്കുറിച്ച് മുസ്ലിമീങ്ങളല്ല, നമ്മളെക്കുറിച്ച് മുശ്രിക്കുകളാണ്, കാഫിറുകളാണെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടോ എന്നൊരു പക്ഷേ തെറ്റിദ്ധാരണ നല്ലവരായ ശ്രോതാക്കൾ പലർക്കും സംഭവിച്ചേക്കാം. നോക്കൂ നിങ്ങൾ, 1-2 ഭാഗങ്ങളെയും കേൾപ്പിക്കാം. ഇവരെ കൂട്ടത്തിൽ അറിയപ്പെട്ട പ്രഭാഷകൻ, നിങ്ങളെ തൊട്ട നാട്ടുകാരൻ മുജാഹിദ് ബാലുശ്ശേരി. അദ്ദേഹം പാലക്കാട് ജില്ലയിലെ ഒരു സ്ഥലത്ത് വന്ന് പ്രസംഗിച്ചു. വെറും സുന്നികൾ മാത്രമുള്ള പ്രദേശം, ഒരു സുന്നികൾ മാത്രമുള്ള പ്രദേശം. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുകയാണ്. എന്താ അദ്ദേഹം പ്രസംഗിക്കുന്നത്? ഇവിടെയുള്ള മതങ്ങളൊന്നും യഥാർത്ഥത്തിൽ മതമല്ല. പാവപ്പെട്ട സുന്നികളെ മുഖത്ത് നോക്കി അദ്ദേഹം പറയാണ്, നിങ്ങളുടെ മതമൊന്നും മതമല്ല, നിങ്ങളൊന്നും യഥാർത്ഥ മതവിശ്വാസികളുമല്ല. ആരോട്?
പാരമ്പര്യമായി വിശ്വസിച്ചു പോരുന്ന ഈ മുസ്ലിമീങ്ങളെ മുഖത്തു നോക്കി പറയുന്നു, നിങ്ങളുടെ മതമൊന്നും യഥാർത്ഥത്തിൽ മതമല്ല, നിങ്ങളുടെ വിശ്വാസമൊന്നും യഥാർത്ഥത്തിൽ വിശ്വാസമല്ല. എത്ര മോശമായൊരു ശൈലി നോക്കൂ നിങ്ങൾ. അദ്ദേഹം പറയുന്നത്, ഇവിടെ മതം എന്ന പേരിൽ ഇന്ന് ആചരിക്കപ്പെടുന്ന ഒന്നും മതമല്ല, വിശ്വാസമല്ല, ആചാരമല്ല, മതത്തിലുള്ളതല്ല, മതം പഠിപ്പിച്ചതല്ല. ഇന്നിവിടെ മതത്തിന്റെ പേരിൽ നടക്കുന്നതൊന്നും മതമല്ല. ഇത് അദ്ദേഹം പറഞ്ഞപ്പോ അവിടുത്തെ പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ മനസ്സിൽ വല്ലാത്തൊരു ദുഃഖം തോന്നിപ്പോയി. കാരണം ഇന്നേ വരെ മുസ്ലിമീങ്ങൾ വിശ്വസിച്ചു പോരുന്ന ഈ മതത്തെക്കുറിച്ച് പച്ചയായി വളരെ മോശമായിട്ട് പറയുന്നു, നിങ്ങളുടെ മതമൊന്നും മതമല്ല. ആർക്കാണെങ്കിലും വേദന ഉണ്ടാവില്ലേ? അപ്പൊ നിങ്ങളോട് വന്നിട്ട് ഞാൻ പറയാ, നിങ്ങളുടെ മതമൊന്നും മതമല്ല. നിങ്ങളെന്ന് പറയുമ്പോൾ ആരൊക്കെ പെട്ടു? നിങ്ങളിൽ മരണപ്പെട്ടു പോയി നിങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടുകുടുംബാദികൾ, അതിന്റെ മരണപ്പെട്ടവർ, അവരൊക്കെ പെട്ടുപോയി. ഈ മതത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ മതമൊന്നും മതമല്ല. ഇത് കേട്ട് ദുഃഖം തോന്നിപ്പോയ, വേദനിച്ചു പോയ അവിടുത്തെ മുസ്ലിമീങ്ങളുടെ മുഖം ആ ദുഃഖം പ്രകടമായി പോയി. ഇത് കണ്ട മുജാഹിദ് ബാരിശ്ശേരി ചോദിക്കുകയാണ്, വേദനിക്കുന്നുണ്ടല്ലേ? നിങ്ങളുടെ മുഖത്ത് വേദനയുണ്ടല്ലേ? വേദനിച്ചിട്ട് കാര്യമില്ല, ഞാനൊരു സർജറി നടത്താൻ വന്ന ആളാണ്, ഞാനൊരു ഡോക്ടറാണ്, ഞാനൊരു സർജറി നടത്താൻ വന്ന ആളാണ്. ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ രോഗികൾ, ഇവർ 1, 2, 3 ആളുകൾ മാത്രം ഡോക്ടർമാർ. എവിടെ സർജറി നടത്തുന്നത്? ഈ ഉമ്മത്തിന്റെ ഹൃദയത്തിൽ, ഈ ഉമ്മത്തിന്റെ നെഞ്ചകം പിളർത്തിക്കൊണ്ട് സർജറി നടത്തുകയാണ്. അദ്ദേഹം പറയണ, വേദന ഉണ്ടാകും, പക്ഷെ ഡോക്ടർക്ക് രോഗിയോട് വെറുപ്പൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്കൊന്ന് ക്ഷമിക്കണം, ഞാൻ സർജറി നടത്താൻ വന്നതാണ്. അദ്ദേഹം പറയട്ടെ, ഈ നാടും നഗരവും നന്നാണ്, മനുഷ്യൻ സ്നേഹിക്കണം, അതിന് മതത്തെ അറിയാം. അതിനെന്ത് വേണം? മതമല്ലാത്ത മതത്തിന്റെ പേരിലെ ഇത്തിക്കണ്ണി പൊളിച്ചെഴുതണം, അത് മരത്തുനിന്ന് പിടിച്ചു പറിക്കണം. അത് ഞാൻ പറിക്കുന്ന വേദന ഉണ്ടല്ലേ? വേദന ഉണ്ടല്ലേ? മതത്തിന്റെ പേരിൽ നിങ്ങളുടെ മതമല്ല ഞാൻ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടല്ലേ? അങ്ങനെ ആ സർജറി നടത്തുമ്പോൾ ഒരു വേദന ഉണ്ടാവും, ചെറിയൊരു വേദന തോന്നും. അങ്ങനെ ബൈപ്പാസ് സർജറി നടത്തും വേദന ഉണ്ടാവും, പക്ഷെ ഉണങ്ങിയാൽ നല്ല രക്ഷയാ, അല്ലേ മരിച്ചു. സർജറിയാണ് ഇവിടെ അറിയുക. ബൈപ്പാസ് സർജറി നടത്തുന്ന ഡോക്ടർക്ക് രോഗിനോട് ദേഷ്യമുണ്ടോ? ഇല്ല, രോഗം മാറാനാ. പക്ഷെ പള്ള കീറാണ്ട് സർജറി നടത്തുവോ? പറ്റില്ല മക്കളെ. അതുകൊണ്ട് ഇവിടെ ചെറിയൊരു പള്ള കീറല്. ആരെ ശരീരത്തിൽ അദ്ദേഹം പള്ള കീറുന്നത്? എവിടെയാണ് അദ്ദേഹം പള്ള കീറുന്നത്? ഈ ഉമ്മത്തിന്റെ ഹൃദയത്തിൽ, ഈ പാരമ്പര്യത്തിലാണ് അദ്ദേഹം പള്ള കീറുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് പറയുമ്പോ തിരിച്ച് നമ്മൾ എന്താ പറയുന്നത്? ഇങ്ങനെ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്ന ഈ വഹാബിസ് നമ്മൾ വലിച്ചെറിയണം. ഇതല്ലേ നമ്മൾ പറയുന്നുള്ളൂ. ഈ പണി അവസാനിപ്പിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് കേവലം കേരളത്തിലെ സമസ്തക്കാരെ കുറിച്ച് മാത്രമല്ല, ലോക മുസ്ലിമീങ്ങളെ കുറിച്ച് നിങ്ങൾ പ്രചരിപ്പിച്ചു. ഇതിന്റെ ഗൗരവം നിങ്ങൾ ചിന്തിക്കണം. കേവലം കേരളത്തിലെ സമസ്തക്കാരായ നമ്മളെ കുറിച്ച് മാത്രമല്ല, ഇദ്ദേഹം തന്നെ മറ്റൊരു സ്ഥലത്ത് പ്രസംഗിക്കുക, ലോകത്തെ 2 രാജ്യങ്ങളെ കുറിച്ച്. ഏതൊക്കെ? 1 ഇറാൻ, 2 പാകിസ്ഥാൻ. ഈ ഇറാനെയും പാകിസ്ഥാനെ കുറിച്ച് അദ്ദേഹം പറയണം, അതൊക്കെ ഷിർക്കിന്റെ ഗോഡൌണുകളാണ്. സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ അല്ലറ ചില്ലറ വ്യാപാരികൾ. ഷിർക്കിന്റെ ഗോഡൌണാണ് ഇറാനും പാകിസ്ഥാനും. അവിടെ നിന്ന് ഇങ്ങനെ അല്ലറ ചില്ലറയായിട്ട് കേരളത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നു, നമ്മളൊക്കെ സെയിൽസ് ചെയ്യുന്നു. ഗോഡൌണുകളാണ് ഇറാനും പാകിസ്ഥാനും. അതിന് അദ്ദേഹം കണ്ടെത്തിയ മാർഗം എന്തായിരുന്നു? അവരെ കുറിച്ച് ഷിർക്കാരോപിക്കാനുള്ള വസ്തുത എന്തായിരുന്നു? പാകിസ്ഥാനികൾ ഹജ്ജിന് പോയാൽ പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ലയിൽ പല്ലികൾ അട്ടത്ത് അള്ളിപിടിച്ച് തൂങ്ങുന്നത് പോലെ കഅബാലയത്തിന്റെ കില്ലയിൽ തൂങ്ങിക്കിടക്കാറുണ്ട്. മുശ്രിക്കുകളല്ലേ അവരൊക്കെ? പരിശുദ്ധമായ കഅബാലയത്തിൽ തൂങ്ങിയാലേ മമ്പറത്ത് പോയാലെന്നല്ല പറയുന്നത്. മടവൂര് മക്കാമിൽ ചെന്നാൽ എന്നല്ല പറയുന്നത്. പരിശുദ്ധമായ കഅബാലയത്തിന്റെ ആ കില്ലയിൽ തൂങ്ങിപ്പിടിച്ചാൽ പോലും ഷിർക്കാണെന്നുള്ള ആരോപണം അദ്ദേഹം പറയുന്നത്. ലോകത്ത് 2 രാജ്യങ്ങൾ, ഷിർക്കിന് വേണ്ടി മാത്രം ജീവിക്കുന്ന 2 രാജ്യങ്ങൾ. ആ 2 രാജ്യങ്ങളിൽ ഒന്ന് ഇറാനാണ്, ഒന്ന് പാകിസ്ഥാനാണ്. സൗദിയിലെ മണ്ണ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ജബലുർ റഹ്മയിലൊക്കെ ഉള്ള തായ്വരയിൽ മണ്ണില്ലാണ്ടായി. പാകിസ്ഥാനികൾ തിന്നിട്ട്, വെറുതെ തിന്നുക, വെസ്തിട്ട് തിന്നുക അല്ല, ഇബാദത്താകുന്ന മണ്ണ് തീറ്റി. കണ്ടിട്ടുണ്ടോ? പരിശുദ്ധ ഹറമില് തവാഫ് ചെയ്യേണ്ടതിന് പകരം പല്ലി അട്ടത്ത് പറ്റി പിടിച്ച മാതിരി അവിടെ പറ്റി പിടിച്ച് കിടക്കുക. ഇവനൊക്കെ വലിച്ചിട്ട് അറബികളെ കൈ മുറിഞ്ഞു പോവുകയാണ്, അയിമല് കെട്ടിപ്പിടിക്കാണ്. എന്താണ് അവിടത്തെ സവിശേഷം? എന്താണ് അവിടെ സവിശേഷത? എവിടെ എവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മമ്പറത്തല്ല, മടവൂർ മക്കാമിലല്ല, വരക്കൽ മക്കാമിലല്ല, പരിശുദ്ധമായ കഅബാലയത്തിന് എന്ത് സവിശേഷതയാണുള്ളത്? ഇവർ പറഞ്ഞിപ്പോ എവിടെ എത്തി? മമ്പറൊക്കെ ഇവർക്ക് മതിയായിപ്പോ.
അപ്പൊ കടന്നു പ്രസിദ്ധമായ കഅബാലയത്തിലേക്ക്. എന്നിട്ട് കളിയാക്കൽ തുടരുകയാണ്. പ്രസിദ്ധമായ ഹജ്ജിന് പോയവർക്കറിയാം, ഹജ്ജിന് പോയ മുസ്ലിമീങ്ങളെല്ലാം ചൊല്ലുന്ന സ്ഥലമാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന ഹിറാ ഗുഹ എന്ന് കാണാൻ മുസ്ലിമീങ്ങൾ ചെല്ലാറുണ്ട്. അതിനെ അദ്ദേഹം കളിയാക്കുക. കുറെ ആൾക്കാർ അങ്ങോട്ട് ചെല്ല, എന്നിട്ട് ഹിറയിൽ പോയിട്ട് ചുംബിക്കുക. അല്ല, കല്യാണം കഴിച്ചോ വരന്മാർ വധുക്കളെ ചുംബിക്കുന്നത് പോലെ ചുംബിക്കുക. പറയുന്നത് കേൾക്കുന്നു. അവിടെ ഹിറാ ഗുഹയിൽ ചെന്നിട്ട് ഒരു പാകിസ്ഥാൻ എന്ത് കല്ലിന്, ഞാൻ വിചാരിച്ചു മൂപ്പരെ കല്യാണം കഴിഞ്ഞാണ് പാറയായിട്ട്. ഭയങ്കര മുത്തല്. ഈ സമൂഹം ജീവിക്കുന്ന ഒരു സ്ഥലം അല്ലേ, ശിർക്കിന്റെ കൂടാരങ്ങളെ, ഗോഡൌണുകളാണ് പാകിസ്ഥാനൊക്കെ ശിർക്കിന്റെ. അവിടൊക്കെ ജമാഅത്തെ ഇസ്ലാം ഉണ്ടത്രേ, സെൽഫികളുണ്ട് എന്നാ കേൾവി. എന്താ അവിടെ നടക്കുന്നത് അല്ലാഹു അലം. പക്ഷെ ഏതായിരുന്നാലും പാകിസ്ഥാനികളെ ഞാൻ ഒരുപാട് രാജ്യത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം പറഞ്ഞു, ശ്രദ്ധിച്ചല്ലോ, ലോകത്തെ 2 രാജ്യങ്ങൾ അദ്ദേഹം പരിചയപ്പെടുത്തി. ഒന്ന് ഇറാൻ, രണ്ട് പാകിസ്ഥാൻ. ഇറാനികളും പാകിസ്ഥാനികളൊക്കെ ചെയ്യുന്നത് ശരിയാണെന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്ന ശൈലി കഴിഞ്ഞില്ല. ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചൊരാദ്യം നിങ്ങൾ കേൾക്കുന്നത്. ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്ന ശൈലി കണ്ടില്ല നിങ്ങൾ? ഇത് മാത്രമല്ല, അദ്ദേഹം വലിയൊരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട്. എന്താ കണ്ടുപിടുത്തം? ഹജ്ജിന് ഇടക്കിടക്ക് ദുരന്തം ഉണ്ടാകാറുണ്ട് അല്ലെ? ഹജ്ജിനിടക്കിടക്ക് മിനയിൽ തീപിടുത്തം ഉണ്ടാകാറുണ്ട്, ചിലപ്പോ കല്ലേറിനുള്ള ദുരന്തം ഉണ്ടാകാറുണ്ട്. ഇതിന്റെ കാരണമായിട്ട് നമ്മളെന്താ പറയാറുള്ളത്? അത് വർഷം തോറും ആളുകൾ കൂടുന്നു, അതുകൊണ്ട് നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ട് പല ദുരന്തവും ഉണ്ടാകുന്നു. പക്ഷെ മുജാഹിദ് പണ്ഡിതനായ മുജാഹിദ് ബാലുശ്ശേരി പറയുന്ന കാരണം അതൊന്നല്ല. അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ ഹജ്ജിന് വരുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷം ആളുകൾ മുശ്രിക്കുകളാ, കാഫറുകളാ, അതുകൊണ്ടാണ് ദുരന്തം ഉണ്ടാകുന്നത്. ഹജ്ജിന് വരുന്ന ആളുകൾ കാഫറാണ്. ഹജ്ജിന് പോയവർക്കറിയില്ലേ, ജിദ്ദയിൽ നിന്ന് പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് കണ്ടില്ലേ, ഹറമിന്റെ പരിധി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കവാടം തന്നെ കാണാൻ കഴിയും. അവിടുന്ന് അങ്ങോട്ടൊരു മുസ്ലിമല്ലാതെ കടത്തിവിടില്ല. സൗദിയൻ ഗവൺമെന്റ് പൂർണ്ണമായി മുസ്ലിമാണെന്ന് ബോധ്യപ്പെട്ടവരെ മാത്രമേ അങ്ങോട്ട് കടത്തിവിടുകയുള്ളൂ. മുസ്ലിമീങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനമുള്ളൂ. അങ്ങനെ മുസ്ലിമാണെന്ന് ബോധ്യപ്പെട്ടവർ മാത്രം വരുന്ന ഹജ്ജ്. ആ ഹജ്ജിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു, ഹജ്ജിന് വരുന്നവരൊക്കെ മുശ്രിക്കുകളാ, കാഫറുകളാ, അതുകൊണ്ടാണ് ഇടക്കിടക്ക് ദുരന്തം ഉണ്ടാകുന്നത്. എന്തൊരു കണ്ടുപിടുത്തമാണ്, പറയട്ടെ അദ്ദേഹം. മിനായിൽ ദുരന്തം ഉണ്ടായി അല്ലേ? ഹജ്ജിന് ഈ വർഷം ദുരന്തം ഉണ്ടായി, കുറെ ആളുകൾ മരിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്കൊക്കെ അവിടെ ആളുകൾ മരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ഇസ്ലാമികമായ ഹജ്ജല്ല നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. എന്താ പറഞ്ഞത്? മിനയിൽ ഈ വർഷം ദുരന്തം ഉണ്ടായി. എന്തുകൊണ്ടാ ദുരന്തം ഉണ്ടാണെന്ന് നിങ്ങൾ അറിഞ്ഞോ? അവിടെ ശരിയായ ഹജ്ജല്ല നടക്കണമെന്നുകൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ? മനസ്സിലായില്ല? ഇല്ല, മനസ്സിലായിട്ടില്ല. നേരെ പറഞ്ഞു. അവിടെ റസൂലുള്ള ജബലുർ റഹ്മയിൽ ദുൽഹജ്ജ് 9 100,000-ഓളം സഹാബികളുമായി വന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഹജ്ജ് ചെയ്യാൻ വന്നു. ആ പ്രവാചകന്റെ കൂടെ ഹജ്ജിന് വന്ന 1,00,000-ലധികം വരുന്ന സഹാബികൾ അവരാരാ? മുവഹിദുകളാണ്, തൗഹീദുള്ള ആളുകൾ, നബിയിൽ നിന്ന് ഹജ്ജ് പഠിച്ച ആളുകൾ, നബി പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, നബി കാണിച്ചതിനെ ഫോളോ ചെയ്ത ആളുകൾ. അവരൊക്കെ വളരെ മാന്യമായി ചെയ്തു. ഇന്ന് ഹജ്ജിന് ചെല്ലുന്നിടത്ത് ആരൊക്കെ വരുന്നുണ്ട്? അവിടെ അബൂജഹലുമാർ അവിടെ ഹജ്ജ് ചെയ്യുന്നു. കണ്ടങ്ങളും ഇന്ന് ഹജ്ജ് ചെയ്യുന്ന കൂട്ടത്തിൽ ആരുണ്ട്? അബൂജഹലുകളുണ്ട്. ആരപ്പ അബൂജഹലുകള്? മുസ്ലിമാണെന്ന് പൂർണ്ണമായി ബോധ്യമുള്ളവരെ മാത്രമേ സൗദിയൻ ഗവൺമെന്റ് ഹറമിന്റെ പരിധി വിട്ട് കടത്തിവിടുകയുള്ളൂ. ആ കൂട്ടത്തിൽ അബൂജഹലുകളുണ്ട്. പിന്നെ ആരാള്? ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. കണ്ടല്ലേ, ഷിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. അബൂജഹലിനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാൻ സമ്മതിച്ചില്ല റസൂലുള്ള അവിടെ. കാരണം എന്താ വെച്ചാൽ അതുവരെ അവർ ചെയ്ത ഹജ്ജ് ഷിർക്കിന്റെ ഹജ്ജാണ്. അള്ളാഹിനോടും പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഹജ്ജ്, തൗഹീദ് സ്വീകരിച്ചവർക്കുള്ള ഹജ്ജ്, മുജാഹിദ് പ്രസ്ഥാനം പ്രചരിപ്പിക്കുന്ന തൗഹീദ് സ്വീകരിച്ചവർക്ക് മാത്രമുള്ളതാണ് ഹജ്ജ്. ആ തൗഹീദ് സ്വീകരിക്കാത്തവർക്ക് ഹജ്ജുണ്ടോ? ഹജ്ജില്ല. നിസ്കാരമുണ്ടോ? ഇല്ല. സക്കാത്ത് ഉണ്ടോ? ഇല്ല. ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ ഹജ്ജിന് ചെല്ലുന്നത് അല്ലേ? കണ്ടോ നിങ്ങള്? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചു വരുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് ഹജ്ജിന് വരുന്നത്. മുശ്രിക്കുകളാണ് ഹജ്ജ് ചെയ്യുന്നത്. അദ്ദേഹം വ്യക്തമായി പറയട്ടത്, ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യുന്നത്. കണ്ടോ, മുശ്രിക്കുകൾ.
എന്താ ഈ മുശ്രിക്കന്മാർ മൊരിക്ക് പോലെ സാധനമാണോ? നിങ്ങൾ ആ ഗൗരവത്തിൽ ചിന്തിക്കണം. എന്താണ് ഷിർക്ക്? ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന ശിർക ലദുൽമുൻ അലീം. ഏറ്റവും ഗൗരവമുള്ളതല്ലേ ഷിർക്ക്? ആ ഷിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകളാണ് ഹജ്ജിൽ വരുന്നത്. ശരിക്കു പറഞ്ഞാൽ അദ്ദേഹം പറയാണ്, വർഷാവർഷം 5 ലക്ഷം ആളുകളെ മുവഹിദീങ്ങളുള്ളൂ. 5 ലക്ഷം. ബാക്കിയുള്ളവർ ഹജ്ജൊക്കെ ഔട്ടായി. സൗദിയൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം ഈ വർഷം ഹജ്ജിന് 40 ലക്ഷം പേര് പങ്കെടുക്കുക. ഔദ്യോഗിക കണക്ക്. അല്ലാതെ പങ്കെടുത്തത് വേറെയും. ഇയാള് കാഴ്ചപ്പാട് പ്രകാരം ശരിക്ക് തൗഹീദിന് ആളുകൾ 5 ലക്ഷം ഉള്ളൂ. ബാക്കി 35 ലക്ഷം ആളുകൾ ഹജ്ജും ഔട്ടായി. ആളൊന്ന് പറയട്ടത്. അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി, ജനാധിക്യം വർദ്ധിച്ചു. മുവഹിദുകൾ മാത്രമാണ് ഒരു 5 ലക്ഷം ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ. മുവഹിദീങ്ങൾ മാത്രമാണെങ്കിൽ ഒരു 5 ലക്ഷം ആളുകൾ. ബാക്കി 35 ലക്ഷം അവർ ഔട്ടായി. ബാക്കിയൊക്കെ ഔട്ടായി. ബാക്കിയൊക്കെ ഔട്ടായി. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത് കേരളത്തിനെ കുറിച്ചല്ലല്ലോ പറയുന്നത്, ലോക മുസ്ലിമീങ്ങളെ കുറിച്ചല്ലേ പറയുന്നത്. ലോക മുസ്ലിമീങ്ങളെ കുറിച്ച് മുശ്രിക്കാണെന്ന് പറയുമ്പോ, ലോക മുസ്ലിമീങ്ങളെ കുറിച്ച് കാഫറാണെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചങ്ങോട്ട് പറയുന്നുണ്ടാ, അരുത് സഹോദര, അരുത്. പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കളെ, അരുത്, അങ്ങനെ പറഞ്ഞു പോകരുത്. എന്തുകൊണ്ടാണ് നമ്മൾ പറയരുതെന്ന് പറയുന്നത്? മഹാനായ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കാഫറല്ലാത്തൊരു വ്യക്തിയെ കുറിച്ച് കാഫർ എന്ന് പറഞ്ഞാൽ പറഞ്ഞവൻ കാഫറായി തീരുമെന്ന് മഹാനായ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സലാത്ത് മറക്കണ ചെല്ലട്ടെ. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കാഫറല്ലാത്തൊരു വ്യക്തിയെ കുറിച്ച് കാഫർ എന്ന് പറഞ്ഞാൽ പറഞ്ഞവൻ കാഫറായി തീരുന്നു. നമ്മളതുകൊണ്ട് സ്നേഹത്തോടെ മുജാഹിദ് സുഹൃത്തുക്കളോട് പറയുന്നു, അരുത് സഹോദര, അരുത്. ഇത്ര ഗൗരവമുള്ള കാര്യമാണ്. നമ്മൾ മാത്രമല്ല, സക്കരിയ സലാഹിന്റെ കാര്യം തുറന്നു പറയുന്നുണ്ട്. കാഫറല്ലാത്തൊരു വ്യക്തിയെ കുറിച്ച് കാഫർ എന്ന് പറഞ്ഞാൽ പറഞ്ഞവൻ കാഫറായി തീരും. പേരെടുത്ത് പറഞ്ഞില്ലേ? മഹാനായ ശൈഖുനാ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് അടക്കമുള്ള സമസ്തയിലേക്ക് വലിച്ചുകൊണ്ടിക്കൊണ്ട് പറഞ്ഞില്ലേ? അഭിമന്യനായ ഇ കെ ഹസൻ മുസ്ലിയാർ വഫാത്തിനോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇ കെ ഹസൻ മുസ്ലിയാർ കത്തെഴുതിയില്ലേ? ആ കത്തിന്റെ കോപ്പിയാണ് എന്റെ കയ്യിലുള്ളത്. ഇ കെ ഹസൻ മുസ്ലിയാർ, അസ്ലിം തസ്ലം, ഹസൻ മുസ്ലിയാരെ നിങ്ങൾ മുസ്ലിം ആകണം, എങ്കിൽ തസ്ലം, താങ്കൾക്ക് രക്ഷപ്പെടാം. 5 വഖത്ത് നിസ്കരിക്കുന്ന ഹസൻ മുസ്ലിയാർ, മുഖത്ത് നോക്കിയാൽ നിസ്കാരത്തുള്ള ഹസൻ മുസ്ലിയാർ, ഏത് സമയത്തും തസ്ബീഹ് മാല കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ദിക്ർ ചൊല്ലുന്ന ഹസൻ മുസ്ലിയാര്, ആ മഹാനായ ഹസൻ മുസ്ലിയാരോട് പറയുന്ന, ഹസൻ മുസ്ലിയാരെ, അസ്ലിം തസ്ലം, താങ്കൾ മുസ്ലിം ആകണം, എങ്കിൽ തസ്ലം, താങ്കൾക്ക് രക്ഷപ്പെടാം. വഇല്ല, താങ്കൾ അങ്ങനെ മുസ്ലിം ആയിട്ടില്ലെങ്കിൽ ഫഇന്ന അലൈക ഇസ്മത്ബാഇക. ഹസൻ മുസ്ലിയാരെ, നിങ്ങളോട് ആരൊക്കെ പിൻപറ്റിയോ ആ പിൻപറ്റിയ കേരളത്തിലെ സുന്നികളെ കുറ്റം പോലും താങ്കൾ ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് മരിക്കുന്നതിന്റെ മുമ്പ് അങ്ങന്ന് മുസ്ലിമാകണം ഹസൻ മുസ്ലിയാരെ. ഹസൻ മുസ്ലിയാർക്ക് കത്തെഴുതിയാരെ ജനാബ് കെ ഉമർ മൗലവി. അല്ലാഹു തആല കടുത്ത ശിക്ഷ കൊടുത്തു ഉമർ മൗലവിക്ക്, കടുത്ത ശിക്ഷ. എന്താ? ഉമർ മൗലവിയുടെ മകൻ ഇപ്പോ സന്യാസിയാണ്. ഹസൻ മുസ്ലിയാരോട് മുസ്ലിമാകണമെന്ന് പറഞ്ഞ ഉമർ മൗലവിയുടെ മകൻ ഇന്ന് സന്യാസിയാണ്. സന്യാസിയായ ബഷീർ മാഷിനോട് ചോദിച്ചു, നിങ്ങൾ എന്തേ ഇങ്ങനെ വേറിട്ട് പോകാൻ കാരണം? അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, അതിൽ വലിയ പുതുമൊന്നുമില്ല. എന്റെ വാപ്പ ഉമർ മൗലവി, വാപ്പാനെ വാപ്പ മാറി. ഉമർ മൗലവിയുടെ വാപ്പ സുന്നിയായിരുന്നു. ഇന്ന് വലിയ താടിയൊക്കെ വളർത്തി, കാവി തുണിയുമെടുത്ത്, ഷർട്ടൊന്നും ധരിക്കാതെ, ചെരിപ്പൊന്നും ധരിക്കാതെ ഉമറുള്ള മകൻ നടന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു കൊടുത്ത കഠിന ശിക്ഷ. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുക, വേദന കൊണ്ട് പറയുക. ഹസൻ മുസ്ലിയാരെ കുറിച്ച് മാത്രമല്ല, ഉമർ മൗലവി കേരളത്തിലെ സമസ്തക്കാരെ കുറിച്ച് എഴുതി വെച്ചു. കേരളത്തിലെ സമസ്തക്കാർ 50 വിഷയങ്ങളിൽ മക്കയിലെ മുശ്രിക്കുകളെ പോലെയാണ്. മഹാനായ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർകദ, ശൈഖുനാ ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് നവ്വറല്ലാഹു മർകദ അടക്കമുള്ള മഹത്തുക്കളുള്ള സമസ്തയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുജാഹിദ് പണ്ഡിതൻ എഴുതുകയാണ്, ഈ സമസ്തക്കാർ മക്കയിലെ മുശ്രിക്കുകളെ പോലെയാണ് 50 വിഷയത്തിൽ. ശൈഖുനാ ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ അബൂജഹലിനെ പോലെയാണ്, കണ്ണിയത്ത് ഉസ്താദ് ഉത്തുബത്തിനെ പോലെയാണ്, അഭിമന്യനായ ശിഹാബ് തങ്ങൾ ഷൈബത്തിനെ പോലെയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നിർത്തുന്നില്ല. ചില വിഷയങ്ങളിൽ
മക്ക മുശ്രിക്കുകളെക്കാൾ കടുപ്പമുള്ളവരാണ് സമസ്തക്കാർ എന്ന് പറഞ്ഞാൽ അബൂജഹലിനെ ഞങ്ങൾ സമ്മതിച്ചാൽ പോലും അബൂബക്കറും മുസ്ലിയാരെ ഞങ്ങൾ അംഗീകരിക്കില്ല. ഉത്ബത്തിനെ ഞങ്ങൾ അംഗീകരിച്ചാൽ പോലും കർണിയത്തിനെ ഞങ്ങൾ ഇഷ്ടപ്പെടില്ല. ഷൈബത്തിനെ ഞങ്ങൾ സമ്മതിച്ചാൽ പോലും ശിഹാബ് തങ്ങളെ ഞങ്ങൾ അംഗീകരിക്കില്ല. ഇത്ര ഗൗരവമാണ്. കഴിഞ്ഞില്ല. മുഹിദ്ദീൻ ഷേഖിനെ വിളിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു കൊണ്ടുവന്ന് ഉമർ മൗലവി സൽസബിയിൽ എഴുതി വെച്ചു, മുഹിദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് തേടുന്നവൻ കാഫറാകുന്നു, അതിന് വിരോധമില്ലെന്ന് പറയുന്നവനും കാഫറാകുന്നു. ആ വാദം ഉറപ്പിക്കാൻ വേണ്ടി ഖുർആൻ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് തെളിവെടുക്കുന്നവൻ 1000 വട്ടം കാഫറാകുന്നു. സുബ്ഹാനല്ലാഹ്. കാഫറാക്കിയിട്ട് പൂതി തീരാഞ്ഞിട്ട് 1000 വട്ടം കാഫറാകുന്നു. മുഹിദ്ദീൻ ഷേഖെ രക്ഷിക്കണമെന്ന് 1 വട്ടം വിളിച്ചാൽ 4 വട്ടം കാഫറാകുന്നു. ഇപ്പൊ കുത്തുബിയത്തിലൊക്കെ അവിടെ എത്ര 1000 വട്ടം തന്നെയല്ലേ? 1000 വട്ടം കുത്തുബിയത്ത്. കുത്തുബിയത്ത് നമ്മൾ 1000 വട്ടം വിളിക്കുന്നു. ഒരു കുത്തുബിയത്തിന് പുറത്ത് കയറുമ്പോഴേക്കും നമ്മൾ 4000 വട്ടം കാഫറായി. വല്ലാത്തൊരു മാജിക് കൂടിയാണ്. കുത്തുബിയത്തിന് നമ്മൾ കയറുമ്പോൾ ഒരു കാഫ, ഒരു കുത്തുബിയത്തിന് പുറത്ത് കയറുമ്പോഴേക്കും 4000 വട്ടം കാഫ. ഇങ്ങനെ നമ്മളെ കുറിച്ച് കാഫെന്നാരും സത്യത്തിൽ മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കാഫറല്ലാത്തൊരു വ്യക്തിയെ കുറിച്ച് കാഫർ എന്ന് പറഞ്ഞാൽ പറഞ്ഞവൻ കാഫറായി തീരും. സത്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഇങ്ങനെ വാദിക്കുന്നുണ്ടെന്നല്ലാതെ സ്നേഹത്തോടെ അവരോട് ചോദിച്ചു നോക്ക്, നിങ്ങൾ അവർക്ക് യഥാർത്ഥത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു കാഫറായ വ്യക്തിയെ പോയി തുടരാൻ പറ്റുമോ? എന്റെ മഹൽ ഞാൻ ഇമാം വന്നാൽ എന്റെ പിന്നാലെ മുജാഹിദ് തുടരാറുണ്ട്. ഞാനാരാ? ഞാൻ ഇടയ്ക്കിടെ കുത്തുബിയത്തിന് പോണ ആളാണ്. 1000 വട്ടം കാഫറായിട്ട് നിൽക്കുന്ന എന്റെ പിന്നാലെ തുടർന്നാൽ തുടരൽ സഹിയാകും. അധിക മുജാഹിദ് സുഹൃത്തുക്കളെ ഉപ്പമാരാരാ? സുന്നികളായിരിക്കും. കാഫറായ വാപ്പ മരിച്ചു കഴിഞ്ഞാൽ മകൻ സ്വത്ത് അനന്തരമെടുക്കാൻ പറ്റും. അതുസ്താദെ മുസ്ലിയാരെ നിങ്ങൾക്ക് പറഞ്ഞാൽ ഞങ്ങൾ സ്വത്തിന്റെ കാര്യമാണ്, അതിൽ ഇടപെടാൻ നിൽക്കണ്ടെന്നാ. അധിക മുജാഹിദ് സുഹൃത്തുക്കളും കല്യാണം കഴിക്കുന്നവിടുന്ന സുന്നി വിട്ടുന്ന കാഫറായ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ദാമ്പത്യ പ്രശ്നമാണ്, അതിൽ കളിക്കരുതെന്ന. കാരണം ഒരാൾ കാഫറാണെന്ന് നമ്മൾ പറഞ്ഞാൽ അയാൾ കാഫർ അല്ലെങ്കിൽ ആ കുഫർ നമ്മളിലേക്ക് വരും, നമ്മൾ കാഫറായി പോകുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പൊ വലിയ ഗൗരവമാണ്. അതന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. കാഫറല്ലാത്ത ഒരാളെ കുറിച്ച് കാഫർ എന്ന് പറഞ്ഞാൽ അവൻ കാഫറായി തീരും. വലിയ ഗൗരവമുള്ള എത്ര കുഫ്രാരോപണങ്ങൾ നമുക്ക് കേൾപ്പിച്ചു. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും പൊതു സദസ്സിലവർ വരുമ്പോ പറയും, ഞങ്ങൾ അങ്ങനെ ആരെയും കാഫറാക്കിയിട്ടില്ല. കാരണം എന്തേ? കാഫറല്ലാത്ത ഒരാളെ കുറിച്ച് കാഫർ എന്ന് പറഞ്ഞാൽ പറഞ്ഞവൻ കാഫറാവൂലേ? റസൂൽ പഠിപ്പിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഞങ്ങൾ ആരെയും കാഫറാക്കാൻ പോകുന്നില്ല. സൽസബിയിൽ എഴുതി വെച്ചു കാഫറാണ്, ഇക്യാസംസിലെ കത്തെഴുതി കാഫറാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ എഴുതിയ ആളുകൾ പറയാണ്, ഞങ്ങളങ്ങനെ പറയാറില്ല. ഇവരെ കഴിഞ്ഞ സാൽവേഷൻ സമ്മേളനം എറണാകുളത്ത് വെച്ച് നടന്നപ്പോൾ അബ്ദുസ്സലാം മോങ് എന്ന് പറയുന്ന പണ്ഡിതൻ അവിടെ വെച്ചുകൊണ്ട് പറയാണ്, മുശ്രിക്കാന്ന് ഞങ്ങൾ ആരും പറയാറില്ല, കാഫറാന്നാരെ കുറിച്ച് ഞങ്ങൾ പറയാറില്ല. പക്ഷെ ഈ സമുദായം ചീഞ്ഞ് നാറിപ്പോയപ്പോൾ, അദ്ദേഹത്തിന്റെ ശൈലിയാണ്, എന്റെ വാക്കല്ല, നാറും അതിനെ സമുദ്രിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഈ സമൂഹത്തെ അവർ ദുഷിച്ചപ്പോൾ, നാറിയപ്പോൾ അവരെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നതിനപ്പുറം ആരെയും മുശ്രിക്കാക്കുന്ന സ്വഭാവം, കാഫിറാക്കുന്ന സ്വഭാവം ഈ പ്രസ്ഥാനത്തിനില്ല. ഞങ്ങൾ വളരെ കൃത്യമായി വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ആദർശം പറയണ്ട, വളരെ ഔദ്യോഗികമായ സ്റ്റേജുകളിൽ വെച്ചാണ് പറയുന്നത്. ഈ പ്രസ്ഥാനം വളരെ കൃത്യമായി വിശ്വസിക്കുന്നു. ആരെങ്കിലും മുശ്രിക്കെന്ന് വിളിച്ച ആരെയെങ്കിലും മുശ്രിക്കെന്നോ കാഫറെന്നോ വിളിച്ചാൽ ഫഖദ് ബാഅ കുഫ്റുഹു, അവനിലേക്ക് തന്നെ, അവൻ കാഫറല്ലെങ്കിൽ മുശ്രിക്കല്ലെങ്കിൽ അവനിലേക്ക് തന്നെ അവന്റെ കുഫ്റുവാദവും ശിർക്കുവാദവും മടങ്ങുമെന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശം സ്വീകരിച്ചവരാണ് ഞങ്ങൾ. ആ കാര്യം വളരെ കൃത്യമായി അസന്നിഗ്ധമായി പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്. കണ്ടില്ലേ നിങ്ങൾ? കാഫറല്ലാത്തൊരു വ്യക്തിയെ കുറിച്ച് കാഫർ എന്ന് പറഞ്ഞാൽ ഫഖദ് ബാഅ കുഫ്റുഹു, അവന്റെ കുഫ്രിയത്ത് ഇവനിലേക്ക് തന്നെ മടങ്ങുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ഇതൊക്കെ പറയുമ്പോൾ പിന്നെ എന്തിനാണ് പറയുന്നത്? എന്തിനാണ് പിന്നെ കുഫ്രിയത്ത് ആരോപിക്കുന്നത്? എന്തൊക്കെ ആരോപണങ്ങൾ! സുബ്ഹാന ജല്ല ജലാലുഹു. അള്ളാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച് മോശമായ രീതിയിൽ ചിത്രീകരണങ്ങൾ. ഇവരെ കടന്ന് കയറ്റും എവിടെ എത്തിപ്പെട്ടു നിങ്ങൾ നോക്ക്. നിങ്ങൾ ഒരു കാലത്ത് മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ കുറിച്ച് മോശമായിട്ട് എഴുതിയില്ലേ? ആരാ മുഹിദ്ദീൻ ഷെയ്ഖ് ജീലാനി എന്ന് അവരുടെ പഴയ നേതാവ് ഇ.കെ. മൗലവി ഒരു പുസ്തകം എഴുതിയപ്പോൾ ആ പുസ്തകത്തിൽ എഴുതി വെച്ചു, 5-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ് മഹാനായ ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. 5-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ്.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹു യബ്അസു ലിഹാദിഹിൽ ഉമ്മ അലാ റഅസി കുല്ലി മിഅത്തി സന മൻ യുജദ്ദിദു ലഹാ ദീനഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ നൂറ്റാണ്ടിലും ഒരു മുജദ്ദിദിനെ അല്ലാഹു തആല നിയോഗിക്കാറുണ്ട്. ആ മുജദ്ദിദുകളുടെ കൂട്ടത്തിൽ 5-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ് മഹാനായ മുഹിദ്ദീൻ ശൈഖ് ഖദ്ദസല്ലാഹു സിററുൽ അസീസ് എന്ന് പണ്ട് ഇ.കെ. മൗലവി എഴുതിയിട്ടുണ്ടെങ്കിൽ അൽമനാർ എന്താ എഴുതി വെച്ചത്? അൽമനാർ മുഹിദ്ദീൻ ശൈഖിനെ കുറിച്ച് വളരെ മോശമായിട്ട് എഴുതി വെച്ചു. മുഹിദ്ദീൻ ശൈഖിന്റെ തലയിൽ കയറിക്കൊണ്ടിരിക്കുന്നത് ശ്രീ ശങ്കരാചാര്യ സിദ്ധാന്തമാണ്. യാതൊന്നും കാണുവത് നാരായണ പ്രതിമ, യാതൊന്നും ചൊല്ലുവത് നാരായണ സ്തുതിമ എന്ന് രാമായണത്തിലെ ശ്ലോകം ചൊല്ലിക്കൊണ്ട് മഹാനായ മുഹിദ്ദീൻ ശൈഖിന്റെ തലയിൽ കയറിയതും അത് തന്നെയാണ്. അതുകൊണ്ട് മുഹിയദ്ദീൻ എന്ന് വിളിക്കാതെ മുഹിയദ്ദീൻ എന്ന് വിളിക്കലാണ് നല്ലത്. മുഹിയദ്ദീൻ എന്ന് വിളിക്കണ്ട, മുഹിയദ്ദീൻ. എന്താ മുഹിയദ്ദീൻ എന്ന് പറഞ്ഞാല് ദീനിനെ ഹയാത്താക്കുന്ന ആളാണ്. മുഹിയദ്ദീൻ എന്ന് പറഞ്ഞാലോ ഷാപ്പാടിനെ തീറ്റയെ ഹയാത്താക്കുന്ന ആള്. മുഹിദ്ദീൻ ശൈഖിക്ക് ഏറ്റവും നല്ല പേര് അതാണ്. മുഹിദ്ദീൻ ശൈഖിനെ കുറിച്ച് ആരെക്കുറിച്ചൊക്കെ അവർ പറഞ്ഞു. മഹാത്മാക്കളായ ഓമാനുഷ്ഠിതാക്കൾ, കേരള മുസ്ലിമീങ്ങൾ ആദരിക്കുന്ന മഹത്തുക്കളല്ലേ ഓമാനുഷ്ഠിതാക്കൾ. ആ ഓമാനുഷ്ഠിതാക്കളെ കുറിച്ച് പറഞ്ഞു, അവർ വേശ്യകളാണ്, വ്യഭിചാരികളാണ്. ഓമാനുഷ്ഠിതാക്കളെ കുറിച്ച് ദുൽഹിജ്ജ മാസം വരുമ്പോ ഏതൊരു മുസ്ലിം ഓർക്കുന്ന മഹത്തുക്കളല്ലേ ഓമാനുഷ്ഠിതാക്കൾ. ആ അള്ളാഹുവിന്റെ മാർഗത്തിൽ സർവ്വം സമർപ്പിക്കാൻ തയ്യാറായ മഹത്തുക്കളായ ഓമാനുഷ്ഠിതാക്കളെ കുറിച്ച് പറഞ്ഞു. ഓമാനുഷ്ഠിതാക്കൾ എന്ന് പറഞ്ഞാൽ അമ്മാളു എന്ന് പറയുന്ന തീയത്തിപ്പെണ്ണിനെ വ്യഭിചരിക്കാൻ പോയപ്പോ ആളുകൾ തച്ചുകൊന്ന വേശ്യകളാണ്, വ്യഭിചാരികളാണ് ഓമാനുഷ്ഠിതാക്കൾ. എന്തൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സക്കരിയ സലാഹിയ പറയുന്നത് കേൾക്കുന്നു നിങ്ങൾ? ഓമാനുഷ്ഠിതാക്കളെ കളിയാക്കി പാട്ടുപാടി അദ്ദേഹം പറയുന്ന ശൈലി ഒന്ന് കേൾക്കുന്നു. ഖിയാമത്ത് നാൾ വരെയും. അപ്പൊ അവിടെ പോയിട്ട് ഓമാനൂർ ശ്രോതാക്കളെ കൊണ്ട് ഞങ്ങളെ രോഗം മാറ്റണേ, ഓമാനൂർ ശ്രോതാക്കളെ കൊണ്ട് ഞങ്ങളുടെ മുസീബത്ത് നീങ്ങണേ, ഓമാനൂർ തങ്ങളെ ഞങ്ങൾ ദൂരെ നിന്ന് വരികയാണ് തങ്ങളെ, കണ്ണൂരിൽ നിന്ന് വരികയാണ് തങ്ങളെ, പടച്ചവനോട് ചോദിച്ചിട്ട് കിട്ടാജ് വരികയാണ് തങ്ങളെ എന്ന് പറയാനാ പോണത്. അമ്മാള് കുറ്റമ്മയെ ബലാത്സംഗം ചെയ്യാൻ പോയോലെ തീയന്മാരടിച്ചു വന്നതാ ഓമാനൂർ ശ്രോതാക്കളിൽ നിന്ന ശ്രോതാക്കള്. എന്തേ പറഞ്ഞത്? അമ്മാള് കുട്ടിയമ്മ എന്ന് പറയുന്ന പെണ്ണിനെ ബലാത്സംഗം ചെയ്യാൻ പോയപ്പോൾ തീയന്മാർ അടിച്ചു കൊന്നതാണ് ഓമാനുഷ്ഠിതാക്കൾ എന്ന് പറയുന്നത്. പറയട്ടെ അദ്ദേഹം. അതില് AP ഇക്ക് ആനയും ടൈഗറൊക്കെ ഒന്ന് തന്നെ ആലോചിച്ച് നോക്കണം നിങ്ങള്. ഇത് പറയാൻ ഇവിടെ മുജാഹിദുകളല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? സോളിഡാരിറ്റിക്കാര് ഓള കമ്പനിയിലെ വിഷാംശത്തെ കുറിച്ച് അവരെ ചർച്ച. അവരിപ്പൊ ഇനി എവിടെയാ ചാരേണ്ടതെന്ന് വിചാരിച്ച് നിൽക്കുക. തെരഞ്ഞെടുപ്പ് വരാൻ പോകുക, അവർക്കിതൊന്നും പ്രശ്നമല്ല. മുസ്ലിം സമുദായം എവിടെ പോയാലും അവർക്ക് പ്രശ്നമല്ല. അവർക്ക് കോളയിൽ എത്ര വിഷാംശമുണ്ട്, അച്യുതാനന്ദം വരണോ പിണറായി വരണോ, അതാ അവരുടെ വിഷയം. മുജാഹിദ് പ്രസ്ഥാനത്തിന് അത് വിഷയമല്ല. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇടതം ഭരിച്ചാലും വലതം ഭരിച്ചാലും മുജാഹിദുകൾ പറയേണ്ടത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ ശിർക്ക് ബിദ്അത്തുകളിൽ നിന്ന് മുസ്ലിം സമുദായത്തെ മോചിപ്പിക്കുക എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദൗത്യം. ആര് ഭരിച്ചാലും ഞങ്ങൾ പറയുന്ന വാക്കം തന്നെയാണ്. ഈ ഔലിയാക്കൾക്കെതിരെ, ഈ ലോക മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള പ്രചാരം ഞങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. എന്തേ പറഞ്ഞു നോക്കുക, എത്ര കടുത്ത വാക്കാണ്. ഓമാനുഷ്ഠിതാക്കളെ കുറിച്ച് പറഞ്ഞ വാക്ക് കേൾക്കുന്നു. അമ്മാള് കുറ്റമ്മയെ ബലാത്സംഗം ചെയ്യാൻ പോയോലെ തീയന്മാരടിച്ചു വന്നതാ ഓമാനുഷ്ഠിതാക്കളിൽ നിന്ന ശ്രോതാക്കള്. അമ്മാള് കുട്ടിയമ്മ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്യാൻ പോയപ്പോ തീയന്മാർ അടിച്ചു കൊന്ന ആളുകളാണ് പോലും ഓമാനുഷ്ഠിതാക്കൾ. ഇത് ഓമാനൂർ പോയിട്ട് പറയാൻ കഴിയോ? അവിടെ പോയി ചോദിച്ചു നോക്കണ്ടേ? ഓമാനുഷ്ഠിതാക്കൾ മഹത്വം പറയണമെങ്കിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച്, അള്ളാഹുവിന്റെ ശുഹദാക്കളെ കുറിച്ച്, മഹത്തുക്കളെ കുറിച്ച്, ലോക മുസ്ലിമീങ്ങളെ കുറിച്ച് ഈ രീതിയിലുള്ള കുപ്രചരണങ്ങൾ നടത്തുമ്പോ തിരിച്ച് നമ്മൾ അവരോട് പറയുന്നത് അരുത് സഹോദരന്മാരെ, അരുത്. ഈ പണി അവസാനിപ്പിക്കണം. ഇത് പറയുന്നത് നമ്മുടെ ബാധ്യതയല്ലേ? ഇതുകൊണ്ടാണ് എസ് സമസ്യകൾ ഇടപെട്ടത്. ഇതുകൊണ്ടാണ് ഇടപെട്ടത്. ഈ ആരോപണം അവസാനിപ്പിക്കണം. ഈ ചിന്താഗതിയുമായി നടക്കുന്ന ആളുകളെ വലിച്ചെറിയാൻ സമൂഹം തയ്യാറാണ്. ഇത്ര ഗൗരവമാണത്. ഇതിനുവേണ്ടി അവരെന്തൊക്കെ ചെയ്തു? പഴയ കാലത്ത് ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാൻ, കാഫിറാക്കാൻ ഇവരെന്തൊക്കെ ചെയ്തു? പിന്നെ ആദ്യം കണ്ടെത്തിയ മാർഗം എന്തായിരുന്നു? സഹാബത്തിനെയും താബിയങ്ങളെയും തബഉ താബിയങ്ങളെയൊക്കെ തള്ളിപ്പറയുക. ഖുർആനും ഹദീസും മാത്രം മതി എന്നുള്ളൊരു ശൈലി. കേരളീയ മുസ്ലിമീങ്ങൾ മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബത്തിനെയും താബിയങ്ങളെയും തബഉ താബിയങ്ങളെയും പൂർണ്ണമായി ഉൾക്കൊണ്ടുവരുമ്പോൾ ഈ പാരമ്പര്യത്തെ ഉൾക്കൊള്ളുന്നവർക്കിടയിൽ ഇത്തരം വിഷയങ്ങൾ പ്രതിഫലിപ്പിക്കാൻ കഴിയില്ലെന്ന് കണ്ടപ്പോ ഇവരെ കണ്ടെത്തിയ ആദ്യ മാർഗം എന്തായിരുന്നു? പൂർവികരൊക്കെ തള്ളിപ്പറയുക.
സഹാബത്തിനെ തള്ളിപ്പറയുക, ഖുർആനും ഹദീസും മാത്രം മതി ഒരു ആദർശ സമൂഹത്തിൽ പഠിപ്പിക്കുക. ഇതാണ് അവർ ആദ്യമായി ചെയ്തത്. സഹാബത്തിനെ തള്ളിപ്പറയുന്ന ശൈലി നോക്കൂ, നിങ്ങൾ അവരുടെ പുസ്തകങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഈ അടുത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഭിന്നിപ്പ് കാരണങ്ങളും വസ്തുതകളും എന്ന പുസ്തകം എഴുതിയപ്പോ ആ പുസ്തകത്തിൽ വരെ അവർ പറഞ്ഞെന്താ, സഹാബികളുടെ വാക്കോ പ്രവൃത്തിയോ ഞങ്ങൾക്ക് തെളിവല്ല. ഏതെങ്കിലും സഹാബികളുടെ വാക്കോ പ്രവൃത്തിയോ ഞങ്ങൾക്ക് തെളിവേ അല്ല. ഏത് സഹാബത്ത്? മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അസ്ഹാബി കന്നുജൂം, എന്റെ സ്വഹാബ അവർ നക്ഷത്ര തുല്യരാണ്, എന്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്. ആ സഹാബത്തിന് ആരെ പിൻപറ്റിയാലും അവർ സന്മാർഗം സിദ്ധിച്ചവരാണെന്ന് മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ ഇവർ ചെയ്ത മാർഗം എന്താ? ആ പാരമ്പര്യത്തെ തള്ളിപ്പറയുക, ആ വലിയ പൈതൃകത്തെ തള്ളിപ്പറയുക. ഇന്നലെ ആ പാരമ്പര്യം കൂടെ വിശദീകരിക്കപ്പെട്ടുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് വലിയൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു. ആ പാരമ്പര്യത്തെ തള്ളിക്കളയാനാണ് ആദ്യമായി മുജാഹിദ് പ്രസ്ഥാനം ശ്രമിച്ചത്. ടി.പി. അബ്ദുള്ള കോയ മദനി, മുജാഹിദിന്റെ സംസ്ഥാന പ്രസിഡന്റ്, എറണാകുളത്ത് വെച്ചുകൊണ്ട് സാൽവേഷൻ സമ്മേളനത്തിൽ പ്രസംഗിക്കുമ്പോ അദ്ദേഹം പറയാണ്, അതിനുവേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കേരളീയ മുസ്ലിമീങ്ങളൊക്കെ പാരമ്പര്യത്തിൽ ഉൾക്കൊള്ളുന്നവരായിരുന്നു. ആ പാരമ്പര്യത്തിന് മാറി ഖുർആനും ഹദീസും മാത്രം മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് തിരിക്കാൻ ഞങ്ങൾ ഒരുപാട് ത്യാഗം അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന വാക്കൊന്നും കേൾക്കുന്നുണ്ടോ? അതുപോലെ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ ഖുർആനും സുന്നത്തും, അതായത് ദൈവികമായ സന്ദേശവും പ്രവാചക ചര്യയും അതടിസ്ഥാനമായാണ് ഇസ്ലാമിലെ പ്രവർത്തനങ്ങളെ വിലയിരുത്തേണ്ടത്. നേരെ മറിച്ച് കാലാകാലങ്ങളിൽ പൈതൃകമായി പരമ്പരാഗതമായി പിതാമഹന്മാരിൽ നിന്ന് ലഭിച്ച വിശ്വാസങ്ങളും ആചാരങ്ങളും അംഗമായി അനുകരിക്കുകയല്ല വേണ്ടത് എന്ന് സമൂഹത്തോട് പറയാൻ ഈ മുജാഹിദ് പ്രസ്ഥാനം എന്തുമാത്രം ത്യാഗങ്ങളാണ് അനുഭവിച്ചതെന്നറിയാമോ? നിന്ന് കണ്ടില്ല നിങ്ങൾ? 80 വർഷക്കാലം മുജാഹിദ് പ്രസ്ഥാനം ചെയ്തതായിരുന്നു. എന്താണ് അവർ ചെയ്തത്? മുസ്ലിമീങ്ങളെ പാരമ്പര്യത്തിനകറ്റുക, മുസ്ലിമീങ്ങളെ പാരമ്പര്യത്തിനകറ്റുക. ഖുർആനും ഹദീസും മാത്രം മതി. പഴയകാല മുജാഹിദിന്റെ പ്രഭാഷണങ്ങൾ ഓഡിയോ കാസറ്റ് കേൾക്കുമ്പോൾ സക്കരിയ സലാഹിയെ പോലുള്ള ആളുകൾ പ്രസംഗിച്ച് കേൾക്കാൻ കഴിയും. അഫലാ തഅഖിലൂൻ അഫലാ തുബ്സിറൂൻ. അല്ലാഹു പറഞ്ഞു, നമുക്ക് ബുദ്ധിയില്ലേ, ചിന്തയില്ലേ, പിന്നെ എന്തിനാണ് പാരമ്പര്യം? നമുക്ക് ഖുർആനില്ലേ, ഹദീസില്ലേ, നമുക്ക് സ്വന്തമായി നോക്കിക്കൂടെ? നമ്മൾ പറഞ്ഞത് പറ്റില്ല. ഖുർആനും ഹദീസ് സ്വന്തമായി വ്യാഖ്യാനിക്കാൻ പാടില്ല. ഖുർആനും ഹദീസ് സ്വന്തമായി വ്യാഖ്യാനിക്കാൻ പാടില്ല. സഹാബത്ത് എന്ത് പറഞ്ഞോ, താബിഈങ്ങൾ എന്ത് പറഞ്ഞോ, അങ്ങനെ ആയിരിക്കണം നമ്മൾ നോക്കേണ്ടത്. കാരണം എന്തേ? ഖുർആനും ഹദീസും സ്വന്തമായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ ഓരോരുത്തരും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ട് ഹദീസും ആയത്തും ദുർവ്യാഖ്യാനം ചെയ്യും. നമുക്കറിയാം, ശ്രീമാൻ ചേകനൂര് കേരളക്കരയിലേക്ക് കടന്നു വന്നപ്പോ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹത്തിന്റെ ആദർശം സമർത്ഥിക്കാൻ വേണ്ടി പരിശുദ്ധമായ ഖുർആനിൽ ഒട്ടേറെ ആയത്തും ദുർവ്യാഖ്യാനം ചെയ്തു. മാത്രമല്ല ഹദീസുകളൊക്കെ അദ്ദേഹം ലൈഫാക്കി കളഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ലോകത്തെ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ വാദങ്ങൾക്ക് എതിരായിട്ടാണ് അബൂ ഹുറൈറ ഹദീസുകൾ. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തത്? അബൂ ഹുറൈറയെ കുറിച്ച് പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ജൂതനാണ്. അദ്ദേഹം കൊടുക്കുന്ന ആദ്യത്തെ വാദമായിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു, ബുഖാരിൽ ഒട്ടേറെ ഹദീസുകൾ ലൈഫാണ്. ഇപ്പതാ മുജാഹിദ് പ്രസ്ഥാനം അത് ഏറ്റെടുത്തിരിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രമുഖരായ പണ്ഡിതൻ സാക്ഷാൽ അബ്ദുസ്സലാം സല്ലമി പറയുന്നു, ബുഖാരിൽ 60 ദുർബൽ ഹദീസുകളുണ്ട്. സുബ്ഹാന ജല്ല ജലാലുഹു വഅമ്മ നവാലു. അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി എന്ന് ലോകം അംഗീകരിക്കുന്ന സഹീഹുൽ ബുഖാരിയെ കുറിച്ച് പറയുന്നു. ആ ബുഖാരിൽ 60 ദുർബൽ ഹദീസുകളുണ്ട്. ബുഖാരിയിലെ ലോകം അംഗീകരിക്കുന്ന ഗ്രന്ഥം. ഇത് മുജാഹിദിലെ ഒരു വിഭാഗം പറഞ്ഞപ്പോ മറ്റൊരു വിഭാഗം ചോദിച്ചു, നിങ്ങൾ എന്തിനത് ലൈഫാക്കിയത്? അവ മറുവിഭാഗത്തിന്റെ മറുപടി, ഞങ്ങൾ ലൈഫാക്കുന്നത് ശരി, പക്ഷെ ലൈഫാക്കിയത് കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് വല്ല കോട്ടവും സംഭവിച്ചിട്ടുണ്ടോ? അവ ലൈഫാക്കുന്ന എവിടേക്ക് നോക്കിയിട്ടാ? മുജാഹിദിന് കോട്ടുണ്ടോ നേട്ടുണ്ടോ നോക്കിയിട്ട്. മുജാഹിദിന് കോട്ടല്ലേ, കുറെ ലൈഫാക്കും. നേട്ടുണ്ടോ? ഞങ്ങൾ ഒരുപാട് ലൈഫാക്കും. എവിടേക്കെത്തിയവർ? അവർ ലൈഫാക്കിയത് 60 ഹദീസുകൾ ലൈഫാക്കിയിട്ട് അതിനെ ന്യായീകരിക്കുന്ന പ്രസംഗങ്ങൾക്ക് നിങ്ങൾ അബ്ദുസ്സലാം സുലൈമാനെ ചോദിക്കുന്നുണ്ട്. ഇവിടത്തെ ക്ലിപ്പിംഗ് അതാ. സലാം സുലൈമാനെ ചോദിക്കുക, ഞാൻ 60 ഹദീസ് നിഷേധിച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെ നിഷേധിച്ചിട്ട് എന്താണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് നഷ്ടം വന്നത്? ഏത് വിശ്വാസ കുറഞ്ഞു പോയത്? ഏത് ആചാര കുറഞ്ഞു പോയത്? അതിനുള്ള ഉത്തരവുണ്ടോ? ആ ക്ലിപ്പിംഗ് ഇട്ടുകൊണ്ട് മാത്രമല്ല, ആ ചോദ്യത്തിന് ഉത്തരം പറയണം.
ചേകനൂർ മൗലവി ഹദീസ് നിഷേധിച്ചതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുസ്ലിങ്ങളുടെ ഇന്ന വിശ്വാസങ്ങൾ, ഇന്ന ആചാരങ്ങൾ, ഇന്ന അനുഷ്ഠാനങ്ങൾക്ക് കുറവ് സംഭവിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ എണ്ണി നിരത്തിത്തരാം. എന്നാൽ അബ്ദുസ്സലാം സുലമി ചേകനൂർ മൗലവിയെ പോലെ ഹദീസ് നിഷേധിച്ചിരിക്കുന്നു എന്ന് വാദിക്കുന്ന നിങ്ങൾ അബ്ദുസ്സലാം സുലമി ഇന്ന ഹദീസുകൾ നിഷേധിച്ചതുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനം പുലർത്തിപ്പോന്ന ഇന്ന ആദർശത്തിന് കുറവ് വന്നിരിക്കുന്നു, ഇന്ന ആചാരത്തിന് കുറവ് വന്നിരിക്കുന്നു, ഇന്ന അനുഷ്ഠാനത്തിന് കുറവ് വന്നിരിക്കുന്നു, ഇന്ന വിശ്വാസത്തിന് കുറവ് വന്നിരിക്കുന്നു എന്ന് സമർത്ഥിക്കാൻ ധൈര്യമുള്ള, തന്റെ ഇടമുള്ള ഏതെങ്കിലും ആളുകൾ ബനാറസിന്റെ മുറ്റത്തുകൂടെ നടന്നിട്ട് സലഫീന്ന് പേരിട്ട് നടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മോടല്ലോ അത് മുജാഹിദിലെ ഒരു വിഭാഗം മറുവിഭാഗത്തിൽ ചോദിക്കുക, സലഫി എന്ന് പേരിട്ട് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സലഫികൾക്ക് കഴിയില്ല, നമുക്ക് കഴിയും പറയാൻ. എണ്ണി പറയാൻ കഴിയും. നോക്കൂ നിങ്ങൾ, എന്റെ കയ്യിൽ കാണുന്നത് പഴയകാല മുജാഹിദിന്റെ പാഠപുസ്തകമാണ്. അമലിയാത്ത് എന്ന് പറയുന്ന പാഠപുസ്തകമാണ് എന്റെ കയ്യിൽ കാണുന്നത്. അക്കാലത്ത് മുജാഹിദ് പ്രസ്ഥാനം എന്താണ് പറഞ്ഞിരുന്നത് അത് ഓരോന്നോരോന്ന് മാറ്റിയിരിക്കുന്നു പുതിയ പുസ്തകത്തിൽ. ഞാൻ ഉദാഹരണം വായിക്കാം. ഒന്ന്, സുബഹിയിലെ കുനൂത്ത്. സുബഹിസ്കാരത്തിൽ കുനൂത്ത് സുന്നത്താണ്. ഹദീസുകൾ രേഖപ്പെടുത്തുന്നു. എന്തിനേറെ മുജാഹിദ് പുസ്തകത്തിലും പറയുന്നു കുനൂത്ത് സുന്നത്താണ്. ദാരേജ് പുസ്തകമാ. EK മൗലവി മർഹൂം, TK മൗലവി മർഹൂം, MCC അബ്ദുറഹ്മാൻ മൗലവി മർഹൂം. മുജാഹിദിന്റെ 3 മർഹൂമികൾ കൂടി ഈ പുസ്തകമാണ് കയ്യിലുള്ളത്. ഈ പുസ്തകത്തിന്റെ 36-ാമത്തെ പേജിൽ പറയുന്നു സുബഹി നിസ്കാരത്തിൽ കുനൂത്ത് സുന്നത്താണ്. ഏത് കുനൂത്താ? നമ്മൾ പറയുന്ന അതേ കുനൂത്ത്. നോക്കൂ നിങ്ങൾ, അതിന്റെ ഉത്തമമായ സ്വീക ഇതാണ്: അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്. എന്താ അർത്ഥം? പടച്ചവനെ, ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കണേ തമ്പുരാനെ. നീ സന്മാർഗത്തിലാക്കിയവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ സന്മാർഗത്തിലാക്കണേ. ഇത് പണ്ട് സുന്നത്താ, ഇപ്പൊ പറയുന്നു അത് ബിദ്അത്താണ്. ഒന്ന്, എത്ര മാറ്റുമെന്ന് പറയാം. 2, തലപ്പാവ് ധരിക്കൽ സുന്നത്താണ്. പഴയ പുസ്തകം. പുതിയ പുസ്തകത്തിൽ പറയുന്നു തലപ്പാവ് ധരിക്കൽ ബിദ്അത്താണ്. പണ്ട് ഷംസുലുമൊക്കെയുള്ള കാലത്ത് പഴയ ബൈബിളും പുതിയ ബൈബിളും കാണിച്ച് പ്രസംഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അത് മാറി. മുജാഹിദിന്റെ പഴയ പുസ്തകത്തിൽ പറയുന്നു തലപ്പാവ് ധരിക്കൽ സുന്നത്ത, പുതിയ പുസ്തകത്തിൽ പറയുന്നു തലപ്പാവ് ധരിക്കൽ ബിദ്അത്ത. 3, ഒരുപാട് കാര്യങ്ങൾ. നിസ്കാരത്തിന്റെ ഫറളുകള്, ഖുത്ബ, അറബിയാകുന്ന വിഷയങ്ങളൊക്കെ എങ്ങനെ പറയാം. അതേപോലെ തന്നെ നിസ്കാരത്തിൽ ഒളൂ മുറിയുന്ന കാര്യങ്ങൾ നമ്മളൊക്കെ കലമ്പര പഠിച്ചെത്ര. ഒന്നെന്താ? ഒന്ന്, അന്യ സ്ത്രീ പുരുഷന്മാർ സ്പർശിച്ചു കഴിഞ്ഞാൽ ഒളൂ മുറിയും. പഴയ അമലിയ. പുതിയ പുസ്തകത്തിൽ പറയണു അങ്ങനെ തൊട്ടറന്ന് ഒളൂ മുറിയില്ല. 2, ലിംഗം സ്പർശിച്ചാൽ ഒളൂ മുറിയും. പഴയ അമലിയ. പുതിയ പറയുന്നു അങ്ങനെ തൊട്ടറന്ന് ഒളൂ മുറിയില്ല. 3, മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ വല്ലതും പുറപ്പെട്ടാൽ ഒളൂ മുറിയും. വലൗക്കാന രീഹൻ, ഒരു കീവായു പുറപ്പെട്ടാലും ഒളൂ മുറിയും. പഴയ പുസ്തകം പറയുന്നു. പുതിയ പുസ്തകത്തിൽ പറയുന്നു കീവായു പുറപ്പെട്ടാലും ഒളൂ മുറിയില്ല, കുറച്ചൊക്കെ ശബ്ദമൊക്കെ വേണമെന്ന. ചുരുക്കത്തിൽ ഒളൂ മുറിയുന്ന കാര്യങ്ങളൊന്നും ഇപ്പൊ ഒളൂ മുറിയില്ല. മുജാഹിദ് പ്രസ്ഥാനം ഒളൂ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുടുങ്ങി. ഇതൊന്ന് മുറിഞ്ഞിട്ടുണ്ടേ. ഏതും പടച്ചോ നമുക്ക് വലിയൊരു തൗഫീഖ് എന്നിട്ട്. എന്താ നിങ്ങള് നിസ്കരിക്കുമ്പോൾ ഒരു കൈയിട്ടെടുക്കണോ? അല്ലാഹു അക്ബർ പറഞ്ഞിട്ട് കൈയിട്ട്. എന്താ? ഡേഞ്ചറാണ് കൂട്ടരെ, ഡേഞ്ചറാണ് ഈ നിസ്കാരം. കാരണം എന്താ? ഒന്നും ഉണ്ടാക്കിയിട്ട് തൊട്ടിട്ടുണ്ടാവും, വിട്ടിട്ടുണ്ടാവും. തൊട്ടവരെയും വിട്ടവരെയും പിന്നാലെ പോയി തൊടാൻ പറ്റുമോ? തൊട്ടാ നിസ്കാരം മാത്രമാകൂലേ? നമ്മൾ അറിയാതെ പോയി തുടരും. നിങ്ങൾ കണ്ടില്ല ഈ കെട്ട് എവിടെ കാര്യമായിട്ടുണ്ടാകുക? ഒന്ന് ട്രാൻസ്ഫോർ മുമ്പിൽ കാണാം ഈ കെട്ട്. എന്താ? ട്രാൻസ്ഫോർ മുമ്പിൽ തൊടാൻ പാടില്ല, തൊട്ടാൽ അപകടമാണ്. ഈ കെട്ട് കെട്ടിയവരെ പിന്നാലെ പോയി തുടരാൻ പാടില്ല, തൊട്ടാലും തുടർന്നാലും അപകടമാണ്. രണ്ടും ഒരുപോലെയാണ്. എത്ര വിഷയങ്ങൾ എണ്ണി പറയാൻ കഴിയും. പഴയ കാലത്ത് പാടില്ലെന്ന് പറഞ്ഞ കാര്യങ്ങളോ ഇപ്പൊ സുന്നത്താണ്. ഇപ്പൊ നമുക്കറിയാം സ്ത്രീകൾക്ക് ബാങ്ക് കൊടുക്കൽ എന്താ? സുന്നത്തില്ല. പഴയ പുസ്തകത്തിൽ പറയുന്നു, എന്നാ പുതിയ പുസ്തകത്തിൽ പറയുന്നു ബാങ്ക് കൊടുക്കൽ സുന്നത്താണ്. അന്ന് എന്തൊക്കെ വേണ്ടെന്ന് പറഞ്ഞോ അതൊക്കെ ഇന്ന് വേണം. അന്ന് വേണ്ടെന്ന് പറഞ്ഞതൊക്കെ ഇന്ന് വേണം. അന്ന് വേണമെന്ന് പറഞ്ഞതൊക്കെയോ ഇന്ന് വേണ്ട. ഇതാണ് ഇജ്തിഹാദിന്റെ ഉക്ക്. ഇതുകൊണ്ട് നമ്മൾ പറഞ്ഞു വേണ്ട, ഖുർആനും ഹദീസും സ്വന്തമായി നോക്കുന്ന ശൈലി വേണ്ട. മഹാനായ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും താബിഈങ്ങളും തബഉ താബിഈങ്ങളും എങ്ങനെ പഠിപ്പിച്ചോ അങ്ങനെ പറഞ്ഞാൽ മതി. സ്വന്തമായിട്ട് ഗവേഷണം നടത്തണ്ട. പോട്ടെ, നടത്താനുള്ള യോഗ്യത ഉണ്ടോ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. ഗവേഷണം നടത്താൻ ഇമാം ഷാഫിഈ തങ്ങളെ പോലെ റളിയല്ലാഹു അൻഹു മഹത്തുക്കളെ പോലെ യോഗ്യത ഉണ്ടെങ്കിൽ അവർ നടത്തിക്കോട്ടെ, നമുക്ക് സന്തോഷമുള്ളൂ. ഒരു ഗവേഷണം നടത്താൻ പോയിട്ടൊരു മസാല ചോദിച്ചാൽ മറുപടി പറയാൻ പോലും കഴിവില്ലാത്ത വിഭാഗമാണ്
മുജാഹിദ് പ്രസ്ഥാനം എന്ന് നമ്മൾ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വേദന ഉണ്ടാകും. പറയുന്നത് ആരാ? ISMന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്. ഞാൻ പറയുന്നില്ല, നമ്മളൊന്നും പറയുന്നില്ല. ISMന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുജാഹിദ് പ്രസ്ഥാനത്തിനെ കുറിച്ച് KNM കുറിച്ച് പറയാ. എന്താ പ്രശ്നം? അവർക്കിടയിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഞാൻ അവരുടെ അഭിപ്രായ വ്യത്യാസം ഒന്നും പറയില്ല, അതൊക്കെ അവർ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. നമ്മൾ അവർക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞ് ഇവിടുത്തെ മുജാഹിദുകൾ തമ്മിൽ തല്ലിക്കാൻ ശ്രമിക്കുന്നില്ല. അങ്ങനെ ഗ്രൂപ്പിസത്തിലേക്ക് കിടക്കുന്ന ശൈലി നമ്മൾ സ്വീകരിക്കാറില്ല. പക്ഷേ പറഞ്ഞ വിഷയം പറയണം. അബ്ദുൽ ലത്തീഫ് കരിമ്പലാക്കൽ പറയാണ്, അവർക്കിടയിൽ ഒരു മസലയെ കുറിച്ച് തർക്കം വന്നു. അപ്പൊ KNMന് ചോദ്യം വന്നു, ഈ മസലയെ കുറിച്ച് നിങ്ങൾ മറുപടി എന്താ? 2 പുസ്തകത്തിൽ 2 രീതിയിൽ നിങ്ങൾ ഉത്തരം കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അതിന് മറുപടി എടുത്ത് നിങ്ങൾ ആ പുസ്തകം വാങ്ങിക്കോളിയും ഈ പുസ്തകം വാങ്ങിക്കോളി, നിങ്ങൾ പഠിച്ചോളി, നിങ്ങൾ നിഗമനത്തിലെത്തോളി, നമ്മളെ വിട്ടോളി. 3 ഓളിയാണ്. കേട്ടോളി. ചോദ്യത്തിന്റെ ഉത്തരം കേട്ടിട്ട് സലാം സ്വലമി എഴുതിയതാണോ ശരി? അതല്ല MM നദീം എഴുതിയതാണോ ശരി? അറബി പണ്ഡിതന്മാർ ഇപ്പൊ പറഞ്ഞതാണോ ശരി? ഉത്തരം വളരെ വ്യക്ത. സലാം സ്വലമി എഴുതിയ പുസ്തകം ആദ്യം വാങ്ങാം. ഒരു 75-100 ഉറുപ്പിക കൊടുത്താല് KNMന് കൊടുക്കണ പൈസ ഉണ്ടാവും, കൊടുത്താൽ ആ പുസ്തകം കിട്ടും. എന്നിട്ട് സലാം സ്വലമി എഴുതിയത് എന്താന്ന് വായിച്ചു നോക്കാം. പിന്നെ ഇതിന്റെ മറുവശം കേൾക്കണമെങ്കിൽ KNM തന്നെ പ്രസിദ്ധീകരിച്ച MM നദീം എഴുതിയ വേറെ പുസ്തകമുണ്ട്, അത് അവിടെ തന്നെ വാങ്ങാം. ഒരു 10-60 ഉറുപ്പിക കൊടുത്താവും കിട്ടും. അപ്പൊ എന്തായി? ഒരു ചോദ്യകർത്താവിന് ചോദ്യം മനസ്സിലാക്കാൻ എന്ത് ചെയ്യണം? മുജാഹിദ് സെന്ററിൽ 160 ഉറുപ്പിക കൊടുക്കാം. എന്നാ ചോദ്യം മനസ്സിലാവും. എന്നിട്ടോ അത് രണ്ടും അപ്പുറപ്പുറം വായിച്ചു നോക്കിയിട്ട് ഉത്തരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു നിഗമനത്തിൽ എത്തിക്കോളൂ, നമ്മളെ വിട്ടളിയിൽ. ചെങ്ങന്മാരുള്ള ആലോചിച്ച് ഇതിന് മുജാഹിദ് പ്രസ്ഥാനം വേണോ? മുജാഹിദ് സെന്ററിൽ ആരെങ്കിലും ഒരു സംഗതിന്റെ ഫത്വ ചോദിച്ചു വന്നാൽ എന്തായിരിക്കും ഉത്തരം? മുജാഹിദ് സെന്ററിലേക്ക് ഒരാൾ ഫത്വ ചോദിക്ക, എന്താ ഫത്വ? എനിക്ക് ഇന്നാന സംശയമുണ്ട്, നിങ്ങളെ മറുപടി എന്താണ്? ആ മുജാഹിദ് സെന്ററിന്റെ മറുപടി എന്തായിരിക്കും? നിങ്ങൾ ഇപ്പുറത്തെ ബുക്ക് സ്റ്റാളിന്ന് ഖുർആൻ വാങ്ങിക്കോളി, ഖുർആൻ അർത്ഥം നിങ്ങൾക്ക് ഏതായാലും അറിയാത്തതുകൊണ്ട് ഇപ്പുറത്തെ പരിഭാഷ വാങ്ങിക്കോളി, പിന്നെ എവിടെ വിഷയം നിങ്ങൾക്ക് ഏതായാലും അറിയില്ലല്ലോ, അപ്പൊ ഒരു ഇൻഡെക്സ് വാങ്ങിക്കോളി, ഇത് നിങ്ങളൊരു നിഗമനത്തിൽ എത്തിക്കോളി. ഞാൻ പറയില്ല, ഞാൻ അങ്ങനെ ഒന്നും ആരോപിക്കുന്നില്ല, അദ്ദേഹം പറഞ്ഞു ഞാൻ ഉദ്ധരിക്കുന്നു മാത്രം. പറയട്ടെ, ഇപ്പുറത്തെ പീടിയെന്ന് ഖുർആൻ വാങ്ങുക, ഇപ്പുറത്തെ പീടിയെന്ന് ഹദീസുകളും വാങ്ങുക, എന്നിട്ട് അത് അർത്ഥം അറിയില്ലെങ്കിൽ പരിഭാഷ അതിന്റെ അപ്പുറത്തുനിന്ന് വാങ്ങാം, പിന്നെ വിഷയങ്ങളുടെ ലിസ്റ്റ് കിട്ടണമെങ്കിൽ ഒരു ഇൻഡെക്സ് ഇപ്പുറത്തുനിന്ന് വാങ്ങാം. ഇതെല്ലാം കൂടി കൂട്ടി നോക്കി വായിച്ചിട്ട് പേരെ കുത്തർന്ന് നോതി ഒന്ന് പഠിച്ചു നോക്കിയിട്ട് താങ്കൾ ഒരു നിഗമനത്തിൽ എത്തിക്കോളൂ. ഇതിന് മുജാഹിദ് പ്രസ്ഥാനമാണ് ചങ്ങന്മാരെ. ഇതിന് മുജാഹിദ് വേണോ? ഇതന്നല്ലേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. ഇതിന് മുജാഹിദ് വേണോ? ഇതിനെന്തിനാ മുജാഹിദ്? 2 ബുക്ക് സ്റ്റാൾ തുറക്കുക, ആൾക്കാരെ ചെല്ലുക, വാങ്ങുക, ഇപ്പുറത്ത് പരിഭാഷയും വാങ്ങുക, ഒരു ഇൻഡെക്സും വാങ്ങുക, ഒരു നിഗമനത്തിലെത്തുക. ഇതിന് മുജാഹിദ് വേണോ? ഇവരാണ് പോലും. നിങ്ങൾ ആലോചിക്കൂ, KNM വേണോ? ഇതിന് KNM വേണോ? അൽമനാർ വേണോ? ഇതിന് മറുപടി ഇതിന് മറുപടി ആളിന് ആവശ്യമുണ്ടോ? ഒരാളും ആവശ്യമില്ല. നിങ്ങൾ ആലോചിച്ചു. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഗവേഷണം നടത്താനുള്ള അർഹത ഇവർക്കില്ല. ഒരു മസ്അല ചോദിച്ചാൽ പോലും ആ മസ്അലക്ക് മറുപടി പറയാൻ പോലും കഴിയാത്ത ആളുകൾ ഇങ്ങനെ ഗവേഷണം നടത്തും. എങ്ങനെ ഗവേഷണം നടത്തും? ഒരു മസ്അല ചോദിച്ചാൽ മറുപടി പറയാൻ കഴിയാത്ത ആളുകൾ. ഗവേഷണത്തിന്റെ ഏറ്റവും വലിയ ഗുണം ഇവിടെ എത്തി നോക്കി നിങ്ങൾ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഒട്ടേറെ നല്ല കാര്യങ്ങൾ ഇല്ലാതെയായി. ഒട്ടേറെ നല്ല കാര്യങ്ങൾ നോക്കൂ നിങ്ങൾ. എത്ര സുന്നത്ത് നിസ്കാരങ്ങൾ പരിശുദ്ധമായ തറാവീഹ് വെട്ടിച്ചുരുക്കി, വിത്രസ്കാരം കളിയാക്കി. മാത്രമല്ല പരിശുദ്ധമായ ളുഹാ നിസ്കാരത്തെ കുറിച്ച് എഴുതി വെച്ചു, ളുഹാ നിസ്കാരം പതിവാക്കൽ നിഷിദ്ധമാണ്. സുബ്ഹാനല്ലാഹ്. മുജാഹിദ് പണ്ഡിതർ എഴുതാണ് ളുഹാ നിസ്കാരം സുന്നത്താണ്, പക്ഷെ പതിവാക്കൽ ഹറാമാണ്. അതെന്താ മസല? അതെന്ത് മസലയാ? ചെയ്യാം, പക്ഷെ പതിവാക്കരുത്. എങ്ങനെയെങ്കിലും മുടക്ക. എന്തിനാ സഹോദരന്മാരെ ഇതൊക്കെ? ഓരോരുത്തരും ഗവേഷണം ചെയ്ത് ഏറ്റവും ഒടുവിൽ പുതിയ ഗവേഷണം എന്താ? പരിശുദ്ധമായ സംസം വെള്ളത്തെ കുറിച്ചുള്ള ഗവേഷണം. സംസം വെള്ളത്തെ കുറിച്ച് മുജാഹിദ് പണ്ഡിതൻ പറയുന്നു, അതിൽ വലിയ പ്രതിഫലമൊന്നുമില്ല, വലിയ കാര്യമൊന്നുമില്ല. സംസം വെള്ളത്തിലെ 2 കൊല്ലം മുമ്പ് ഞാൻ ഹജ്ജിന് പോയി തിരിച്ചു വരുമ്പോ എന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് ഏതാ? അൽമനാർ ഗ്രൂപ്പാ. എല്ലാരും കയ്യിലും ക്യാനുണ്ട്. പിന്നെ എന്തിനാ വെള്ളം അവിടെ നിന്ന് ഇങ്ങനെ ഏറ്റിക്കൊണ്ടിരുന്നത്? വെറുതെ ഇവിടെ വെള്ളം കിട്ടാൻ കേരളത്തില് കിഴക്കോട്ട് ഒഴുകുന്ന പുഴയുണ്ട്, തെക്കോട്ട് ഒഴുകുന്ന പുഴയുണ്ട്, അവിടെ പോയി കുടിച്ചാൽ പോരെ? എന്തിനാ ഹറാമ് നിർത്തല ഇടങ്ങാറായിട്ട് വെള്ളം കൊണ്ടിരുന്നത്? സംസം വെള്ളത്തിന് മഹത്തല്ലെങ്കിൽ ഗവേഷണം പുരോഗമിക്കും തോറും ഓരോന്നില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിന് മനസ്സിലായി, ഇനി ഈ നിലക്ക് പോയി കഴിഞ്ഞാൽ ഇസ്ലാമിലൊന്നും ഉണ്ടാവില്ല.